വേനൽ ചൂടിനൊപ്പം വിഷുവും എത്തിയതോടെ പഴവിപണി സജീവമായി. മറ്റു പഴവർഗ്ഗങ്ങൾക്കൊപ്പം ഡിമാൻഡുള്ള താരമായി ഇക്കുറിയും ചക്കയുണ്ട്. ചക്കയെ മുൻപെങ്ങുമില്ലാത്ത വിധം തിരിച്ചറിയുന്ന കാലമാണ് വിഷുക്കാലം. കണിവെള്ളരിയും കണിമത്തനുമൊക്കെയാണ് വിഷുക്കണിയിലെ പ്രധാന വിഭവമെങ്കിലും മറ്റനേകം വിഭവങ്ങൾ മിക്കവരും ഉൾപ്പെടുത്താറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഭവം പഴവർഗ്ഗങ്ങൾ തന്നെയാണ്. മലയാളി ഒരുക്കുന്ന വിഷുക്കണിയിൽ നല്ല നാടൻ ചക്ക ഉൾപ്പെടെയുള്ള പഴങ്ങൾക്ക് മുന്തിയ സ്ഥാനം തന്നെ ലഭിക്കും. കിട്ടിയാൽ ഉരുളിയിൽ വെക്കാമെന്ന നിലയിലായിരുന്നു ഒരു കാലത്ത് ചക്കയുടെ സ്ഥാനമെങ്കിൽ ചക്കയെ തീർച്ചയായും കണി കാണുമെന്ന തീരുമാനത്തിലാണ് ഇന്ന് ഭൂരിഭാഗം ആളുകളും. അതുകൊണ്ട് തന്നെ വിഷുക്കണി ഉരുളിയിൽ ഒതുങ്ങിയിരിക്കുന്ന നല്ല നാടൻ ചക്കകൾ വിപണിയിൽ വളരെയധികം സജീവമായിട്ടുണ്ട്. കേരളത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കും ചക്കകൾ കൊണ്ടുപോകുന്നുണ്ട്. ഗൾഫ് മലയാളികൾ വിഷുക്കണിയിൽ ഉൾപ്പെടുത്തുന്നത് കേരളത്തിലെ കർഷകർ വിളയിച്ചെടുത്ത നാടൻ ചക്ക തന്നെയാണ്. കടുത്ത വേനലിൽ പഴവിപണിയിൽ വലിയ തിരക്കാണുള്ളത്. വിഷുവിന് മലയാളിക്ക് കണി കണ്ടുണരാൻ പഴവർഗ്ഗങ്ങളുടെ വൈവിധ്യങ്ങൾ ഒരുക്കി വിപണി കൂടുതൽ സജീവമാക്കുകയാണ് കച്ചവടക്കാർ. നാട്ടുമാങ്ങ മുതൽ വിദേശികളായ പീച്ചും ഡ്രാഗൺ ഫ്രൂട്ടും വരെ പഴക്കടകളിൽ സുലഭമാണ്. ആപ്പിളും ഓറഞ്ചും മുന്തിരിയും മാതളവും തുടങ്ങി ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള നാടൻ മാമ്പഴത്തിന് വരെ നല്ല വിലയുണ്ട്. എല്ലാ പഴങ്ങളുടെയും വില കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഉയർന്നിട്ടുമുണ്ട്. വിഷുവിനോടടുക്കുമ്പോൾ വില ലേശം കൂടുന്നത് പതിവാണെങ്കിലും മലയാളികൾ അതത്ര സാരമാക്കാറില്ല. പതിവുകാരായ പഴങ്ങൾക്ക് പുറമെ അത്ര പരിചയമില്ലാത്ത പുതിയ ഇനങ്ങളും വിപണിയിൽ എത്തിച്ചാണ് കച്ചവടക്കാർ വിപണി ഉഷാറാക്കുന്നത്. വിഷുവിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ നല്ല കച്ചവടമാണ് നടക്കുന്നതെന്ന് കച്ചവടക്കാർ പറയുന്നു. ആൾക്കാർ വിഷുവായിട്ട് വാങ്ങാൻ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. വിഷുവിന് എല്ലാവർക്കും വേണമല്ലോ ഫ്രൂട്ട്സ് പറഞ്ഞ സാധനം. അതിപ്പോൾ ഇവിടെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് കൊണ്ട് ഇവിടെ വില കമ്മിക്കാൻ ഞാൻ വിൽക്കുന്നത്. പിന്നെ ഇവിടെ പാലക്കാട്ടിലെ വില കൂടിയതുകൊണ്ടാണ് വിഷുവിന്. പിന്നെ എല്ലാ ഐറ്റവും ഉണ്ട്. മത്തനൊക്കെ വില കമ്മിയാണ്, വളരിക്ക വില കമ്മിയാണ്, മുന്തിരി വില കമ്മിയാണ്, എല്ലാ ഐറ്റവും വില കമ്മിയാണ്. ഇവിടെ മൈതാനത്ത് ശരിയാ, മൈതാന ഭാഗത്ത് സാധനങ്ങൾ ഇവിടെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ട്. തമിഴ്നാട് പോയിട്ട് കുറച്ച് 2 ദിവസം മുമ്പ് പോയിട്ട് വേണം ഇത് കൊണ്ടുവരാൻ. അങ്ങനെ കൊണ്ടുപോകുന്നത് എന്താ വെച്ചാൽ ഇവിടെ റേറ്റ് കുറച്ച് കൊടുക്കുന്നത്. UTV ന്യൂസ് പാലക്കാട്.